ഒരാളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഒരാൾ പറ്റിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പാടാണ്. മജീഷ്യൻസ് ആർ ദ മോസ്റ്റ് ഓണസ്റ്റ് ലയേഴ്സ്. ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ ഈ മറ്റേ കണ്ണ് കെട്ടി വായിക്കാൻ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തട്ടിപ്പുണ്ട്. അപ്പം നാളെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു തട്ടിപ്പിന് വേണ്ടി വരുമ്പോൾ അവർക്കത് ചോദ്യം ചെയ്യാനൊരു ഫൗണ്ടേഷൻ വേണം, ഒരു ലോജിക്കൽ ഫൗണ്ടേഷൻ വേണം. ബേസിക്കലി അതായിരുന്നു ആ ഒരു കോഴ്സിൻ്റെ ഇൻറ്റൻഷൻ. ഇമാജിൻ 10-13,000 പേര്, ഒരു പാക്കറ്റ് കാർഡ്സ്, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു പെർഫോമൻസ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓപ്പണിങ്. എന്നെ ഇവിടുന്ന് അപ്രത്യക്ഷമാക്കാൻ പറ്റുമോ? ഏത് ഏജിലായിരുന്നു ഈ പറഞ്ഞ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? പഠിക്കാൻ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കാനുള്ള ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയം? ഓക്കെ, എത്ര വയസ്സ്? വയസ്സ് ചോദിക്കുകയാണെങ്കിൽ 23, 1996 ആ സമയത്ത്. അപ്പോൾ അന്ന് ഈ പോയല്ല പഠിച്ചത്. ഫോർച്ചുനേറ്റ്ലി ഇവിടെ ഗോപിനാഥ് മുതുകാട് അദ്ദേഹം ട്രിവാൻഡ്രത്തിൽ മാജിക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാജിക് അക്കാഡമി വരുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഓടി പിടിച്ച് പോയി. അപ്പോൾ അന്ന് അവിടെ ഫീസ് കുറച്ച്, എനിക്ക് തോന്നുന്നു 7,500 എങ്ങാണ്ടാണ്. ആ ഒരു 1 ഇയർ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനന്ന് എന്താ പറയുക 23 ഇയേഴ്സ് റൈറ്റ്. അപ്പോൾ വീട്ടിൽ 7,500 മാജിക് പഠിക്കാൻ ചോദിക്കുമെന്ന് വെച്ചാൽ കിട്ടും, പക്ഷെ ചോദിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ പകുതി പൈസ പറഞ്ഞു, ബാക്കി ഞാൻ എൻ്റെ ഒരു മാല പണയം വെച്ചിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അവിടെ ആ ബാച്ചിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, അത് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച്, ആ അക്കാഡമിയുടെ ഫസ്റ്റ് ബാച്ച് 96. അപ്പം ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ കെയർ ഭയങ്കരമാണ്. ഇന്ത്യയിലെ എല്ലാ ടോപ്പ് പെർഫോമർ, ഞാൻ ഈ പറഞ്ഞ ജമ്മു സാറ്, AK ദത്ത് സാറ്, PM മിത്ര സാറ്, ഇവരൊക്കെ, കോയമ്പത്തൂരിൽ യോന സാറുണ്ട്, അദ്ദേഹം ഒരു പ്രഹ്ലാദ് ആചാര്യ, ഇവരൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ദ ഹോൾ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ കൺട്രി കെയിം ദെയർ ടു ടീച്ച് അസ്. ആ ഒരു നിലപാടായിരുന്നു അത്. അക്കാഡമിയിലൊരു 1 ഇയർ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ, അത് സെർച്ച് സ്റ്റിൽ ഗോസ് ഓൺ, ഇപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ ആർട്ട് പോലെ തന്നെയാണ്, നമുക്കൊരു ജന്മം കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. പക്ഷെ ഞാനത് ആ ചോദ്യത്തിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആർട്ടിലും ഇപ്പോൾ നമ്മൾ മ്യൂസിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഡാൻസൊക്കെ ആണെങ്കിൽ ഒരു 3 വയസ്സ് മുതലോ അല്ലെങ്കിൽ 5 വയസ്സ് മുതലൊക്കെ നല്ല ടൈമാണ് കുട്ടികൾക്ക് പഠിക്കാൻ എന്ന് പറയുമല്ലോ. അതുപോലെ മാജിക്കിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഏജ് പറയുന്നുണ്ടോ, ഇന്ന ഏജിൽ പഠിച്ചാൽ നല്ലതായിരിക്കും? എനിക്കറിയില്ല ഏരിയ, അതുകൊണ്ടാണ് ഞാൻ മൂർത്തിയേട്ടനോട് ചോദിക്കുന്നത്. ഇല്ല, ഇതിൽ മാജിക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രഹന രണ്ടും ശരിയുണ്ട്. അതായത് വളരെ അപൂർവം കേസുകളിൽ വളരെ കുഞ്ഞിലേ പഠിച്ചിട്ടുള്ളവർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അച്ഛൻ മജീഷ്യനായിരിക്കും, ഓക്കെ, അപ്പം മോനോ മോളോ ഉണ്ട്, ഇവർ കുഞ്ഞിലേ കണ്ട് വളരുകയാണ്. ആ സിറ്റുവേഷനിൽ കുട്ടികൾ പഠിച്ചാൽ കുഴപ്പമില്ല. അവർ ചിലപ്പോൾ കയറി വരാനുള്ള അങ്ങനെ 1-2 പ്രോഡിജീസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അച്ഛൻ മജീഷ്യനാണ്, അവരെ കണ്ടുപഠിച്ചിട്ട് അച്ഛനേക്കാൾ എടുത്തിട്ടുള്ള പ്രോഡിജീസുകൾ നമുക്ക് ഇന്ത്യയിലുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയില്ലല്ലോ, കാരണം മാജിക്കിനൊരു എന്താ പറയുക, ഇന്നത്തെ റിയാലിറ്റി നമ്മൾ ഓഡിയൻസിൻ്റെ പെർസെപ്ഷൻ നമുക്ക് മനസ്സിലാക്കണം ആദ്യം, അല്ലേ? അല്ലെങ്കിൽ ഇവരുടെ മെക്കാനിക്കലായിട്ട് അങ്ങ് ചെയ്തു പോകും. അപ്പോൾ ഈ മാജിക് എന്നൊരു എലമെൻറ്റ് ഇവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു പക്വത വേണം. അത് ശരാശരി 10-11 വയസ്സെങ്കിലും കഴിയണം. അതുവരെ ഇവർക്ക് നാച്ചുറലി എല്ലാം മാജിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ അപ്പോഴവർക്ക് മനസ്സിലാവും എന്താണ് ചെയ്യുന്നത്, നമ്മളിത് ചെയ്യുമ്പോൾ ആൾക്കാരത് എങ്ങനെയാണ് കാണുന്നത്, ആ പെർസെപ്ഷൻ ഇവർക്ക് കിട്ടില്ല കുഞ്ഞായിരിക്കും. അതിന് വേണ്ടി മാത്രം. അപ്പോൾ വാട്ട് ഈസ് ദിസ് യങ് ജീനിയസ് പ്രോഗ്രാം? ഞാൻ മൂർത്തിയേട്ടൻ്റെ പ്രൊഫൈലിൽ അങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു, യങ് ജീനിയസ് പ്രോഗ്രാം. ഓക്കെ, അത് കോവിഡ് ടൈമിൽ ചെയ്ത ഒരു പ്രോഗ്രാമാണത്. ശരിക്കും ഓൺലൈനായിട്ട് കുറേ സെഷൻസ് ചെയ്തിരുന്നു. അത് ബേസിക്കലി കുട്ടികളുടെ മാജിക് അല്ല, അത് കുട്ടികൾക്ക് ഒരു ലോജിക്കിൻ്റെ സെൻസ്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് ലോജിക്. കാരണം നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാർക്ക് ട്വെയിൻ ആണെന്ന് തോന്നുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്, ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൂൾ പീപ്പിൾ ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദം ദാറ്റ് ദേ ആർ ബീങ് ഫൂൾഡ് എന്ന് പറയും. ഒരാളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഒരാൾ പറ്റിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സമയം പോകുന്നതനുസരിച്ച് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ വരണം, ഏതാണ് ശരി ഏതാണ് തെറ്റ്, എവിടെയാണ് കബൾബീത്ത് നടക്കുന്നത്. ഞാൻ മാജിക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മാജിക്കിൽ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ മജീഷ്യൻസ് ആർ ദ മോസ്റ്റ് ഓണസ്റ്റ് ലയേഴ്സ്.
ഓണസ്റ്റ്ലായ ഏറ്റവും ഓണസ്റ്റായിട്ട് നുണ പറയുന്നവരാണ്. ഓക്കെ. നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ വേൾഡ് ഇസ് ഓൾമോസ്റ്റ് ഫിൽഡ് വിത്ത് എല്ലാ ബന്ധങ്ങൾക്കകത്തും എപ്പോഴും ഒരു കച്ചവടം നടക്കുന്നുണ്ട്, ഒരു സൈലൻ്റായിട്ട് എപ്പോഴും ഒരു കച്ചവടം, ഒരു സെയിൽസ് ആറ്റിറ്റ്യൂഡ്. എന്തോ ഒന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സും ഫാൾസ് അപ്രോച്ചും ഒക്കെ ഉണ്ട്. ഞാൻ പേഴ്സണൽ റിലേഷൻ തൊട്ട് അല്ലാത്ത കാര്യങ്ങളിലും ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ ഈ മറ്റേ കണ്ണ് കെട്ടി വായിക്കാൻ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തട്ടിപ്പുണ്ട്. കണ്ണ് ദൈവം കാണാൻ വേണ്ടി തന്നിരിക്കുന്ന സാധനം, ഇത് അടച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പക്ഷേ ഇത് അടച്ചു കഴിഞ്ഞ് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ ഇത് എത്രയോ കാലം മുമ്പ് തുടങ്ങിയ ഒരു ചാൾസ് ബ്രോണിക്കോവ് എന്ന് പറഞ്ഞിട്ട് റഷ്യയിൽ പുള്ളിയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. പുള്ളിയുടെ മകൻ പിന്നെ അതിങ്ങോട്ട് പടർന്ന് പന്തളിച്ച് ഇതിനകത്ത് ഭയങ്കര പൊട്ടൻഷ്യൽ കണ്ടിട്ട്. അപ്പം യങ് ജീനിയസ് എന്ന പ്രോഗ്രാമിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ കുട്ടികളൊരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക, അവർക്ക് റിയാലിറ്റി എന്താണ്, അതിൻ്റെ പോസിബിലിറ്റി എന്താണ്. ഡിസെപ്ഷൻ പലപ്പോഴും പുറമേ നിന്ന് ഒരാൾ ഉണ്ടാക്കണമെന്നില്ല, നമ്മുടെ സെൻസ് തന്നെ നമ്മളെ പലപ്പോഴും ഡിസീവ് ചെയ്യും, നമ്മൾ അറിയില്ലത്. അപ്പോൾ അതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നാളെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു തട്ടിപ്പിന് വേണ്ടി വരുമ്പോൾ അവർക്കത് ചോദ്യം ചെയ്യാനൊരു ഫൗണ്ടേഷൻ വേണം, ഒരു ലോജിക്കൽ ഫൗണ്ടേഷൻ വേണം. ബേസിക്കലി അതായിരുന്നു ആ ഒരു കോഴ്സിൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ ഫൺ വേയിൽ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തൊരു കോഴ്സാണ്. അതുപോലെ തന്നെ ഒരു മെമ്മറി ബൂസ്റ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമോ മെമ്മറി അങ്ങനെ അതെ, മെമ്മറി ക്രാഫ്റ്റ് ഒരു അതെ, അതും സ്കൂൾ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു കൂടുതൽ സ്റ്റുഡൻസിനെയും ചിൽഡ്രൻ വെച്ചിട്ട് ഒരുപാട് സെഷൻസ് ചെയ്യുന്നുണ്ടല്ലേ. ഇസ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്? ഇഷ്ടമുള്ള ഒരു ആരുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റിംഗ് ആണോ ചോദിക്കുന്നത്? എന്റെ സൈഡിൽ നിന്നാണ്. മൂർത്തിയേട്ടൻ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സെഷൻസ് ആണോ അത്? അയ്യോ, ഐ ലവ് ഇറ്റ്. ഭയങ്കര രസമാണ്. കാരണം കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവർ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇവർക്ക് കറക്റ്റ് ഒരു ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ പറയില്ലേ, ഒരു മീൻ പിടിച്ചു കൊടുക്കുന്നതിനേക്കാൾ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ഈ മെമ്മറി ക്രാഫ്റ്റ് എന്ന പ്രോഗ്രാമിനകത്ത് വരുന്നത് ഇവർക്കൊരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, നിമോണിക്സ് ആണ് ബേസിക്കലി. നിമോണിക് ടെക്നിക്സ് വെച്ചിട്ട് ഇവർക്ക് സ്റ്റഡീസിലും അല്ലാതെയും അവരുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് ചില കാര്യങ്ങൾ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം, ഒരു ലോങ്ങർ ഡ്യൂറേഷൻ എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ്. അവർ സാധാരണ ചിന്തിച്ചിട്ടില്ലാത്തൊരു രീതി പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഒരു കാര്യത്തിലും കൂടെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. വാട്ട് ഈസ് ദിസ് ഹാൻഡ് ഷാഡോഗ്രാഫി? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. ഹാൻഡ് ഷാഡോഗ്രാഫി ശരിക്കും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് തിയേറ്റർ പെർഫോമൻസ് ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ്. നമ്മൾ ഡ്രാമയൊക്കെ ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്നു. കാരണം മനുഷ്യനുണ്ടായിരുന്ന സമയം തൊട്ട് അതിൻ്റെ നിഴൽ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിൽ ഈ മറ്റേ എന്താ പറയുക, കറണ്ടൊക്കെ പോകുമ്പോൾ ചിമ്മിനികളൊക്കെ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ ചുവരിൽ ഓരോ നമ്മുടെ ഈ എന്താ പറയുക ഇമേജ് ഷാഡോ വെച്ചിട്ട് നമ്മൾ ഓരോ ചെയ്യും. അതിൻ്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒരു ഫോം. ഇത് ഒരു സമയത്ത് ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് പോലെ ഷാഡോ പ്ലേ കാണാൻ പോയിട്ടുണ്ട്. അത്രയും ബ്രില്യൻ ഷാഡോ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പലതും, കാരണം അന്ന് ക്യാമറ പോലും ഇല്ലാത്തൊരു സമയത്ത്. പിന്നെ അവരുടെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഹാൻഡ് ഷാഡോഗ്രാഫി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ കേരളത്തിലെ തോൽപ്പാവക്കൂത്ത്, അതിനകത്ത് അവർ തോൽപ്പാവ കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ബെയർ ഹാൻഡാണ്. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷേ ഒരാളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഹാൻസ് ഡേവിസോ എന്തോ പറഞ്ഞിട്ടൊരു പെർഫോമർ, അദ്ദേഹമാണ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ്. ശരിക്കും ലോകത്തുള്ള ഏറ്റവും നല്ല ഷാഡോഗ്രാഫർ ഉള്ളത് ഇന്ത്യയിലാണ്. കൽക്കട്ടയിൽ 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ഇല്ല, ഇപ്പോൾ ചെയ്യുന്നതിനകത്ത് പ്രഹ്ലാദ് ആചാര്യ എൻ്റെ ടീച്ചർ, അദ്ദേഹം എൻ്റെ ടീച്ചറാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ്, പക്ഷേ എനിക്ക് ഗുരുസ്ഥാനമാണ്. അങ്ങനെ അപ്പോൾ അദ്ദേഹമാണ് ഞാനിത് പണ്ട് ചെയ്ത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിത് പഠിക്കുന്നതും ഒക്കെ. ആദ്യം കുറേ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തു, പക്ഷേ ഒരു ആർട്ട് ഒരു ഗുരു ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആകില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഹി കറക്റ്റഡ് ഇറ്റ്. ശരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു ആക്റ്റൊക്കെ നർച്ചർ ചെയ്യാനുള്ള ഒരു ടൈം ഇപ്പോൾ ഒത്തിരി കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തിയേറ്ററൊക്കെ ആണെങ്കിലും കുറച്ച് നാൾ അത് നിന്ന് പോയ സംഭവം ഇപ്പോൾ വീണ്ടും തിയേറ്റർ കടന്നു വരുന്നുണ്ട്. ഒരുപാട് പേര് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈവൻ യങ് ജനറേഷൻ ചെയ്യുന്നുണ്ട് തിയേറ്റർ. അതുപോലെ നമുക്ക് ഈ ഹാൻഡ് ഷാഡോഗ്രാഫിയും പിന്നെ ഈ മാജിക്കും ഒക്കെ കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ബിഗർ സ്റ്റേജസിൽ നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അടുത്ത് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ? ഇതിൽ കമ്മ്യൂണിറ്റീസ് ആസ്പെക്റ്റ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പൂനെ അല്ലെങ്കിൽ ബോംബെ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്കൊരു തിയേറ്റർ, കൽക്കട്ട അവിടെയൊക്കെ പോകാൻ തിയേറ്റർ കൾച്ചർ ഉണ്ട് അവർക്ക്. ഒരു ഷോ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, തിയേറ്റർ ഷോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണാൻ വരും. അവരിരുന്ന് കണ്ട് അത് ആസ്വദിക്കാൻ
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ പല കലാകാരന്മാർ, ഇപ്പോൾ കഥകളി ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, എന്തൊരു തപസ്യാവും ശരിക്കും കഥകളിയൊക്കെ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അവർ പലരും പട്ടിണി കിടക്കുന്നതിന് കാരണം അവരുടെ കഴിവില്ലായ്മയല്ല, അവർ ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്തെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഓഡിയൻസിൻ്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ഇതുണ്ട്. അത് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇപ്പോൾ ഈ കോവിഡിന് ശേഷം കണ്ട വലിയൊരു സന്തോഷമുള്ള കാര്യം വെച്ചാൽ പല ഈ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നാടകങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. സജീവമായിട്ട് തിരിച്ചു വരുന്നു. അവർ വളരെ ഗംഭീരമായിട്ട് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് സ്റ്റേജിൽ ഈ രക്തരക്ഷസൊക്കെ എനിക്ക് തോന്നുന്നു 10-30 വർഷം മുൻപ് എന്താ പറയുക, സ്റ്റേജിൽ അവർ ചെയ്യുന്ന ഭയങ്കര മാജിക് ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത് എൻ്റെ പേരൻസൊക്കെ കണ്ടിട്ട് പറഞ്ഞ ഓർമ്മയൊക്കെയുണ്ട്. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും കൾച്ചർ, ആ ഒരു തിയേറ്റർ കൾച്ചറിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ പെർഫോമേഴ്സ്. കാരണം ഇതിനകത്ത് ഇവർ കണ്ട് ശീലിച്ചിട്ടുള്ളതും ഇനി കാണാൻ എത്രയോ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജോഷുവ ജെ എന്ന് പറഞ്ഞൊരു മജീഷ്യൻ, അദ്ദേഹം US-ലാണ്. ഇദ്ദേഹം കഴിഞ്ഞ മാസം ഒരു എനിക്ക് ഏകദേശം 12,000-13,000 പേരുള്ളൊരു റഗ്ബി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഇനോഗ്രൽ ആക്ട് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഒരൊറ്റ ഡെക്ക് ഓഫ് കാർഡ്സ് മാത്രമാണ്. ഇമാജിൻ 10-13,000 പേര്, ഒരു പാക്കറ്റ് കാർഡ്സ്, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു പെർഫോമൻസ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓപ്പണിങ്. ഇദ്ദേഹം തിയേറ്ററിൽ സ്റ്റേജിൽ ഈ നമ്മൾ ക്ലോസപ്പ് മാജിക് എന്ന് പറയുന്ന സംഭവങ്ങൾ സ്ക്രീന് വെച്ചിട്ട് അതിമനോഹരമായിട്ട് കാണിക്കും. അപ്പോൾ അത് കാണാനും ആസ്വദിക്കാനും ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് എത്ര ഗംഭീരമായിട്ടുള്ള ആക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ചെറിയ ചെറിയ മാജിക്കുകൾ അവർ കാണിച്ചു എന്ന് പറയും. ചെറുത് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന പ്രോപ്പിനെ വെച്ചിട്ടാണ് ഇവിടെ ജനങ്ങളെ അളക്കുന്നത്. ഇതിനകത്ത് വലുതും ചെറുതും ഒന്നുമില്ല, അതിശയത്തിന് വലിപ്പം ചെറുപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ മനസ്സിൽ പതിയുന്ന ചിത്രം അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ നല്ല പെർഫോമൻസ് ഉണ്ട് സ്റ്റേജിൽ. ഈ ഒരു തിയേറ്റർ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് ഒരു വെറുതെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, സീ വാട്ട് ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ക്ലസ്റ്റർ ഓഫ് ട്രിക്സ് ചെയ്ത് പോകാതെ അതിനൊരു മീനിങ് ഫുള്ളായിട്ട് ഒരു ത്രെഡ് ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ സിനിമ കാണുന്ന സൗന്ദര്യത്തോടു കൂടി അത്രയും ടെക്നോളജിക്കൽ സപ്പോർട്ടോടു കൂടി തന്നെ ചെയ്യുന്ന അത്രയും നല്ല ബ്രില്യൻ്റ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തിലുണ്ട് ഇപ്പോൾ. സോ ഇറ്റ്സ് ഗുഡ്. ഓക്കെ. എനിക്കൊരിക്കലും ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പറഞ്ഞ ക്ലോസപ്പ് ട്രിക്സ്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? Of course, I'm excited to experience it. Yeah, of course, that's what I do. Of course, certainly, yes. എന്നെ ഇവിടുന്ന് അപ്രത്യക്ഷമാക്കാൻ പറ്റുമോ? For the right price, anything can be done. Okay, we'll do something. Okay, Rena. We'll try something. Yeah. Cards familiar ആണോ? Playing cards ഒരുവിധം? I don't play. പക്ഷേ കാർഡ്സിൻ്റെ പേര് you know it. Fine. Let's try something. See, a pack of cards, okay, 52 of them. ഇതിൽ take one, ഏതെങ്കിലും ഒരെണ്ണം എടുത്തോളൂ. Anyone that you like. Take your time. എങ്കിലും ചൂസ് ചെയ്യാമല്ലോ. ഓക്കെ, കിട്ടിയാ? ഓക്കെ, എന്നാ കാണിക്കാൻ can show it to the camera. കാണിച്ചോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാമോ? Put your name on the face. അതിൽ സൈൻ ചെയ്യോ പേരെഴുതുകയോ എന്തെങ്കിലും ചെയ്തോളൂ. വലുതായിട്ടെ, ഓൾ ദ വേ അക്രോസ്. അതിൻ്റെ താഴെയായിട്ട് ATM പിൻ നമ്പറും കൂടി. ATM പിൻ നമ്പർ? Just kidding. Take the pin back. Okay. See, it's easy to remember that card. ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ദാറ്റ്സ് ഓൺലി കാർഡ് വിത്ത് യർ നെയിം ഓൺ ഇറ്റ് അല്ലേ. ലോകത്ത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് പുട്ട് ഇറ്റ് ബാക്ക്. ഞാനിത് ഷഫിൾ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ജസ്റ്റ് പുട്ട് ഇറ്റ് ബാക്ക്. Right there? Okay. ഇനിയിപ്പോൾ even if you remember, I mean, even if you forget the card, it's fine. Because നമ്മുടെ പേര് അതിനകത്തുണ്ട് അല്ലേ. See, I'll just give it one more good shuffle, all mixed up. And what we'll do is, എൻ്റെ കയ്യിൽ കുറച്ച് റബ്ബർ ബാൻഡ്സ് ഉണ്ട്. Okay? We'll take the band. ഇതിൻ്റെ കാര്യം ചെയ്യാമോ? Come closer. See, put the band like this, all the way across the deck. ഇതിപ്പോൾ വളരെ സേഫായിട്ട് ഡെക്കിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. Give me a hand. ഇനി കമഴ്ത്തി വയ്ക്കാം. And ഈ 4 fingers just slide it inside. Okay. Thumb. Yeah, fine. Fair enough. I want you to think about your card. Okay. ആലോചിക്കാമോ? ഓപ്പൺ ചെയ്ത് വെച്ചോ. കണ്ണ് തുറന്നിട്ടോ. ഇവിടെ നോക്കിയോ. Keep thinking about the card. In your mind, repeat the name of the card.
Keep on saying two of hearts, two of hearts, two of hearts. That was your card, right? Yeah. Okay, fine. Okay. Come. Vicky. Kaila che. Think about the two of hearts. Look here. Like that. തുടങ്ങിയപ്പോൾ തന്നെ മാജിക് തുടങ്ങിയപ്പോൾ തന്നെ ഐ വാസ് തിങ്കിങ് ലൈക്ക് യു ആർ യുനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പക്ഷേ ഓ വണ്ടർഫുൾ. Thanks. തുടങ്ങിയപ്പോൾ തന്നെ തീർന്നു പോയ പോലെ ഒരു സ്പാർക്ക്. Spark. One more? Yeah, please. Okay. See, since you have one rubber band, ഇത് എൻ്റെ ഫേവറേറ്റ് മാജിക്. And this is one reason I love close-up magic. ഇത് ഞാൻ മാജിക്കൊക്കെ പഠിച്ചു തുടങ്ങും മുമ്പായിട്ട് ഡേവിഡ് കോപ്പർഫീൽഡ് അദ്ദേഹത്തിൻ്റെ ഒരു TV ഷോയിൽ ചെയ്യുന്നത് കണ്ടതാണ്. 7 വർഷം ഭ്രാന്തായിട്ട് ഞാൻ നോക്കി ഇങ്ങനെ ഒരു പിടിയും കിട്ടുന്നില്ല. ഫൈനലി PM മിത്ര എന്നൊരു സാറുണ്ട്. ആ സാർ എനിക്കിത് പഠിപ്പിച്ചു തരുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഇസ് വെരി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ അത് എങ്ങനെയാണെന്ന് അറിയാതിരുന്നു കഴിഞ്ഞാൽ സച്ച് എ മിസ്റ്ററി. വാച്ച്, ക്യാൻ ഐ ഹാവ് ദ ബാൻഡ് ബാക്ക്? ഓക്കെ, അടുത്ത് വരണേ. കം റിയലി ക്ലോസ്. ആൻഡ് ഇത് ഒരു കാരണവശാലും ഇത് പുറത്ത് വരില്ല, ബിക്കോസ് ബോത്ത് ആർ സോളിഡ് അല്ലേ. ഒരിക്കലും സോളിഡ് മറ്റൊരു സോളിഡ് കൂടെ പാസ് ചെയ്ത് വരില്ല. ഇത് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്താലോ ഇങ്ങോട്ട് ചെയ്താലോ ആ പുറകോട്ട് പുള്ളി ചെയ്താലോ ഒന്നും വരില്ല. ബട്ട് വാച്ച്, ഡോണ്ട് ബ്ലിങ്ക്. ഇങ്ങനെ നടുക്ക് സർക്കിളിൽ മൂവ് ചെയ്താലും അറ്റ് വൺ പോയിന്റ് ദേ കൈൻഡ് ഓഫ് മെൽറ്റ് ത്രൂ ഈച്ച് അതർ ലൈക്ക് ദാറ്റ്. ഒന്നുകൂടെ കാണണോ? I would love to. Okay, fine. ഒരു കാര്യം ചെയ്തു റഹ്ന. This time we'll do it slightly different. കൈ ഇങ്ങനെ വയ്ക്കാം. Okay. Bit closer. ഇങ്ങനെ വെച്ചോ. Okay. See, you have one band. You hold on to that. All right? Okay. Hold it very steady. Don't move it. Okay. You have one band. I have the other one. Going right inside. ഇതിപ്പോൾ ശരിക്കും it's on the other side. Yeah. Inside. I'm not cheating. അല്ലേ? Yeah. Not yet. It is coming up. See, 3 possibilities. That could be the first way, the second way, or the third way. Okay. But it's impossible. കാരണം ഇവിടെ ഒരു വിരൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അതെ, ഇവിടെ ഒരു വിരൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 സ്ട്രാൻഡ് റബ്ബർ ബാൻഡ് ബ്ലോക്ക് ചെയ്യും. It won't come out this way. But watch, don't blink. You move in circles, go. Super. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാം അല്ലേ? Yeah, of course. Close up ones. You Close-up. loved it, right? I love close-up magic. I love. ഇതിൽ ഒരു ട്രിക്കും ഒരു പ്രോപ്പർട്ടീസ് ഇല്ല, ഒന്നുമില്ല. പ്രോപ്പർട്ടീസ് മീൻസ് ഒന്നും ഹൈഡ് ചെയ്യാനൊന്നുമില്ല. ഇറ്റ്സ് വെരി ഓപ്പൺ. Yeah. That's the beauty of it. Close-up magic എൻ്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് മാജിക്. കൂടുതൽ ക്വസ്റ്റ്യനോ കൂടുതൽ ചിന്തിക്കാനോ ഒന്നും ടൈമില്ല. ഇല്ല, it's very transparent. It's very transparent. I'm glad that you liked it. Wow. Murthyeta, I'm so excited and I'm so happy that this is the first time I'm experiencing ഇങ്ങനെ അടുത്തിരുന്നിട്ട് മാജിക്. നമ്മൾ സിനിമയിലോ അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. വേദനയോടെ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം എനിക്കറിയാവുന്നതാണ്. അതിനകത്ത് കാണുന്ന അതിശയം എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. നമ്മൾ ആ മാജിക് നമ്മൾ വേറെ ഒരിടത്തും കാണില്ല. അവരുടെ സ്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്കില്ലാണ്. ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടതാണ്. അൺബിലീവബിൾ.